ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നീണ്ടേറിയ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റയൊക്കെ എടുത്തിങ്ങനെ നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ടു. അത് നിങ്ങളെയും കൂടെ കാണിക്കാം. ഇവനൊരു വിജയ് ഫാനാണ്. അതിനാണ് ഈ ലാസ്റ്റ് മൂവി സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണേ. അപ്പൊ അത് വിജയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്. അപ്പോ ഇതിനകത്ത് എഴുതിയേക്കണുണ്ടോ? മറ്റേ ടൈറ്റിലൊക്കെ വന്നേക്കണേ. ഇവരെ കാണിച്ചു കൊടുക്കണം. വലിയ കാര്യമായി പോയി. അപ്പം ഉടനെ ഇറങ്ങും, കാണാൻ പോണ്ടേ അല്ലേ? ഇപ്പൊ പോണം. തോക്കൊന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതെന്തായി? എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ തമിഴ്നാട്ടില് എന്തോരം മാറ്റമാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ ഡാമിന്ന് വെള്ളം എടുക്കാൻ പാടില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ വിജയ്? കാര്യം പറയട്ടെ, അത് വിജയ് അത് റെഡിയാക്കിക്കോളൂ. അതെന്താന്ന് വെച്ചാൽ അത് അവർ തമ്മിൽ സംസാരിച്ചൊക്കെ സെറ്റ് ചെയ്തോളൂ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിനെ ജയിപ്പിച്ചതും വിജയിനെ വോട്ട് ചെയ്തതും ഒക്കെ തമിഴ്നാട്ടുകാരാണ്. വിജയ്ക്ക് ശരിക്കും വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. അപ്പൊ വിജയ്ക്ക് അവരോട് മാത്രമേ ഇത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഫാൻസ് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. വിജയ് അതെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അത് മനഃപൂർവ്വം വിജയ് എന്തായാലും അങ്ങനെ ചെയ്തില്ല. അപ്പൊ ആളെന്തായാലും ഇലക്ഷൻ ജയിച്ച് CM ആയി. അവിടെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. ഇനി തമിഴ്നാട് മൊത്തത്തിൽ മാറും. നമ്മുടെ ഇവിടെ മാറട്ടെ. പക്ഷെ ആ ഒരു ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ജയിലിലുള്ള ആ ഒരു സംഭവമില്ല. ജയിലിലെ ഫുഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് ജയിൽ പുള്ളികൾ, അതൊക്കെ നല്ലൊരു ഇതായിരുന്നു. നമ്മുടെ ഇവിടെ ജയിലിൽ ഇപ്പോഴും സ്കൂളുകളിലും കഞ്ഞിപ്പയറും. ഇവിടെ കഞ്ഞിയും പറഞ്ഞ പിള്ളേര് വളരട്ടെ, നല്ല കാര്യല്ലേ? കഞ്ഞിപ്പയറും കുറച്ച് പ്രോട്ടീൻ റിച്ച് കുറച്ച് ഇറച്ചി ഇങ്ങനെയൊക്കെ കൂടെ പിള്ളേർക്ക് കൊടുത്ത് ചെയ്തിട്ട് ഈ മട്ടനും ഇതൊക്കെ കുറച്ചിട്ട് ആവശ്യമുണ്ടോ? വല്ലപ്പോഴും സ്കൂളിലെ കൊടുക്കുക നല്ലൊരു ഇതാണ് ചെയ്യുന്നത്. ചെയ്യട്ടെ, അതങ്ങനെ ഉപകാരപ്പെടട്ടെ, അല്ലാതെങ്കിലും ചെയ്യട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണ്? എന്റെ ദൈവം, എനിക്കൊന്നും കേക്കണ്ട ഒരു വിജയ് ഫാൻ. എന്തായാലും പടം ഓൾറെഡി ലീക്ക് ആക്കി. പുള്ളിക്ക് നീ കേൾക്കണം, പുള്ളിക്ക് ഓൾറെഡി ഇലക്ഷൻ നിൽക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പുള്ളിയുടെ വൈഫിന്റെ ഒരു വിഷയം വന്നു. പിന്നെ എന്തായിരുന്നു, ഒരുപാട് പ്രശ്നം വന്നു. പുള്ളിയുടെ സിനിമ ബ്ലോക്ക് ചെയ്ത് ഒരുപാട് വിഷയങ്ങൾ വന്നു. പുള്ളിയുടെ പേരില് ഒരു സ്ഥലത്ത് കുറെ പേര് മരിച്ച്. അത് പുള്ളിനെ CBI എന്താണ് പോലീസുകാരും അവരവരൊക്കെ വന്ന് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായി. എന്തൊക്കെ ഉണ്ടായിട്ടും ഇലക്ഷൻ ഇതായ സമയത്ത് ആരാണ് കയറിയത്? അയാള് കയറി. തളർത്താൻ നോക്കിയപ്പോ അവിടെ നിന്ന് പൊങ്ങി കയറി. പുള്ളിയുടെ ഒരു ഇതുണ്ട്, കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു സെക്കൻഡിൽ പോലും പുള്ളി തോക്കുമെന്ന് പുള്ളി വിചാരിച്ചിട്ടില്ല. ഏത് സമയത്താണ് ആ ഇൻസ്റ്റ തുറന്നപ്പോ ഇത് കിട്ടിയെന്നറിയില്ല. ഇനി ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. എന്നെ കൊണ്ടാക്കണവർ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഇനി അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 18/2/0 അക്കൗണ്ട് ഇൻസ്റ്റയിൽ തുടങ്ങിയ തന്നെ സർവറാന്ന് പറഞ്ഞാണ് കയറി കണ്ട. ഇപ്പൊ ഞങ്ങള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെയിൽ കൊള്ളാൻ വേണ്ടി കൊണ്ടൊരു പരിപാടി കുരുവൊക്കെ വന്ന് പൊട്ടി. ഗ്ലോ കണ്ടോ? ഗ്ലോ ഇതും നല്ലൊരു സ്പോട്ട് തന്നെയാണ്. എടി, നമുക്കിനി മന്തി കഴിക്കാൻ പോണം. കുറെ നാളായില്ലേ ഇപ്പൊ മന്തി കഴിച്ചിട്ട്. മന്തി കഴിക്കാൻ പോണം. നമുക്ക് അൾഡ്രീമിൽ പോവാം. ഇവിടത്തെ മന്തിയൊക്കെ ശോകമാണ്. നമ്മള് ഇവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു, അത് കടയുടെ പേരൊന്നും പറയാനില്ല.
കുഴപ്പമില്ല, അത്രക്ക് പോർന്നൊന്നും അല്ല. പക്ഷെ ഒരു പ്രാവശ്യം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് ആ ഒരു വയറുവേദന വേറൊക്കെ എന്നൊക്കെ പറഞ്ഞ്. അവർക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും കഴിച്ചിട്ട്. പക്ഷെ ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പൊ നീ കുറ്റം പറയരുത്. ഇല്ല, നമുക്ക് വന്നിട്ടില്ല. നമ്മളത് കഴിച്ചിട്ടുണ്ട് കുറെ വട്ടം. നമ്മൾ സ്ഥിരം പോയി കഴിക്കുമായിരുന്നു. പക്ഷെ ഏറ്റവും ഇവിടെ അടുത്തുള്ളത് അവിടെ ഏതായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും അടിപൊളി അൾഡ്രീമാണ്. നമുക്ക് അൾഡ്രീമിൽ പോയിട്ട് വീഡിയോ ചെയ്യാം. അൾഡ്രീം അത്രയും ദൂരമായത് കാരണം നമുക്ക് എന്തായാലും പോക്ക് നടക്കില്ല. അപ്പോ നിനക്ക് വീട്ടിൽ പോകാൻ സമയമായല്ലേ? ഇന്ന് ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. നാളെ വലിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.